ഫ്രാൻസ് എജൂവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ 2025 ജൂൺ 19 കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി, ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൗത്യം ഓപ്പറേഷൻ സിന്ധു. ഇസ്രയേലുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഓപ്പറേഷൻ സിന്ധുവുമായി കേന്ദ്ര സർക്കാർ. അടുത്തത്, ദേശീയ വായനാ ദിനം ജൂൺ 19. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. 1995 അദ്ദേഹം അന്തരിച്ചത്. 1996 കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. ജൂൺ 19 മുതൽ 25 വരെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കാറുണ്ട്. 1926 അദ്ദേഹം സനാതന ധർമ്മ ഗ്രന്ഥശാല സ്ഥാപിച്ചു. 2017 മുതൽ ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാറുണ്ട്. 1829 സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തു സ്ഥാപിതമായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ലൈബ്രറി. ഏപ്രിൽ 23 ലോക വായന ദിനം. സെർവാൻറ്റിസിൻ്റെ ചരമദിനമാണ് ഏപ്രിൽ 23. ഇത്രയും നോട്ട് ചെയ്ത് വെക്കണം. ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമാണ്. 1996 മുതൽ കേരളത്തിൽ ജൂൺ 19 വായന ദിനമാണ്. 2017 മുതലാണ് ദേശീയ തലത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ലൈബ്രറി. ഏപ്രിൽ 23 ലോക വായനാ ദിനം. അടുത്തത്, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മൂത്തേടത്തിന്. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന നോവലിനാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം അഖിൽ P. ധർമ്മജന്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. റാം, ആനന്ദി, മല്ലി, രേഷ്മ, വെട്രി, കിരൺ തുടങ്ങിയവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇത് ഒരു PYQ ആണ്. മല്ലി എന്ന കഥാപാത്രത്തിന് പറ്റിയൊരു PYQ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓർത്തു വെക്കണം. അടുത്തത്, രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് ബീഹാർ. ജൂൺ അവസാനം നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ നഗരഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഈ സംരംഭം ആരംഭിക്കുമെന്ന് ബീഹാർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2025 ലോക പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. മറ്റൊരു സൂചികയും കൂടിയുണ്ട്. 2025 വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. എക്കണോമിക് ഫോറം പുറത്തിറക്കിയ ആഗോള ഊർജ പരിവർത്തന സൂചികയിൽ 71. ഓർത്തു വെക്കണം. അടുത്തത്, UN ജനറൽ അസംബ്ലി 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി തിരഞ്ഞെടുത്തു. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി തിരഞ്ഞെടുത്തു. 2025 നമുക്കറിയാം ക്വാണ്ടം സയൻസിൻ്റെയും സഹകരണത്തിൻ്റെയും ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെയും വർഷമാണ്. 2024 ഒട്ടക വർഷമായിരുന്നു. 2023 ചെറുധാന്യ വർഷമായിരുന്നു. ഇത്രയും ഓർത്തു വെക്കണം. അടുത്തത്, വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിൻ്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ്. ഒന്നുകൂടി, വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിൻ്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ്. ഇനി കുറച്ച് അഡീഷണൽ പോയിന്റ്സ് നോക്കാം. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 ദൗത്യം സൂര്യൻ്റെ പുറം അന്തരീക്ഷമായ സോളാർ കൊറോണയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തിറക്കി. അടുത്തത്, 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ശ്രീലങ്ക. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ
ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാമിലെ മനേസറിലുള്ള മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിലാണ് ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര റെയിൽവേ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവ്. പേര് ഓർമ്മിക്കണേ. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ഇത്രയും പേരും സ്ഥലവും ഓർമ്മിക്കണം. ഗുരുഗ്രാമിലെ മനേസറിലാണ് അശ്വിനി വൈഷ്ണവും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയും. അടുത്തത് വൈദ്യുത കാന്തിക തരംഗത്തിന് കാരണമാകുന്ന മൗലിക കണമായ ഫോട്ടോണിനെ ഒപ്റ്റിക്കൽ കേബിളിലൂടെ കടത്തിവിട്ടുള്ള ആശയവിനിമയ രീതിയായ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ സുപ്രധാന നേട്ടം കൈവരിച്ച് ഇന്ത്യ. DRDOയും IIT ഡൽഹിയും ചേർന്നാണ് പരീക്ഷണം നടത്തിയത്. അടുത്തത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അലിയാവതി ലോങ്കുമാർ. പേര് കേട്ടിട്ട് ഞെട്ടണ്ട, ഉത്തര കൊറിയയുടെയാണ്. ഉത്തര കൊറിയയുടെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് അലിയാവതി ലോങ്കുമാർ. അപ്പോൾ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ അങ്ങനെയാണ് പേര്. അടുത്തത് ഇന്ത്യയുടെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ INS ഗുൽദാറിന് ചുറ്റുമായാണ്. മഹാരാഷ്ട്രയിലെ INS ഗുൽദാറിന്. ഇന്നത്തെ ചോദ്യം നോക്കാം. പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിംഗ് വേദി. ഓപ്ഷൻ 1 ബംഗളൂരു, 2 നാസിക്, 3 ഭുവനേശ്വർ, 4 ചണ്ഡീഗഡ്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ദ കാശ്മീർ ഷോൾ ആരുടെ പുസ്തകമാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ റോസി തോമസ്. താങ്ക് യു.